അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വളരെ മഹത്വമുള്ള ഒരു ദിക്ർ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കുകയും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം നടക്കാനുണ്ടെങ്കിൽ ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പടച്ച റബ്ബ് ഇതിനുള്ള ഫലം കണ്ട് തരും. നിങ്ങൾക്കതിനുള്ള റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയാൻ കാരണമാവും. നിങ്ങൾ ഏത് തരത്തിലായിക്കോട്ടെ, നിങ്ങളെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കാരണമാവും. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്ന ഒരു വിശ്വാസം വേണം. അഥവാ നമ്മൾ ചൊല്ലിയിട്ട് നമുക്ക് രാവിലത്തേക്ക് നമ്മുടെ ആഗ്രഹം നടന്നില്ലെങ്കിൽ അള്ളാഹു എനിക്ക് തന്നില്ല എന്നും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തരുത്. എനിക്കത് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഹൈറായ സമയമല്ലായിരിക്കും. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ 1, 2, 3 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും. അത്രക്കും ഫലം കിട്ടുന്ന അത്ഭുതമായിട്ടുള്ള ദിക്റാണ്. ചൊല്ലാൻ വേണ്ടി ഒരുപാട് ടൈമൊന്നും വേണ്ട. നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ നമ്മൾ എന്തും ചൊല്ലാനും ദുആ ചെയ്യാനും പാതിരാക്ക് വരെ എന്നിട്ട് നിസ്കരിക്കാനും റെഡിയായിരിക്കും. അത്രയ്ക്ക് ആഗ്രഹം നമുക്ക് മനസ്സിൽ നടക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള അമലൊക്കെ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഇഹത്തിലും ഉപകാരപ്പെടും, പരത്തിലും ഉപകാരപ്പെടും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. പടച്ച റബ്ബ് നമ്മളെ പടച്ചവനാണ്, നമുക്ക് എല്ലാത്തിനും കഴിവ് തന്നവനാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അള്ളാഹുവിന് എളുപ്പമാണ് നടത്തി തരാൻ വേണ്ടിയിട്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായാൽ ഉറപ്പായിട്ടും നമുക്ക് അള്ളാഹു നടത്തി തരും. അതുപോലെ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് ഹംദ് പറയാനും മറക്കരുത്. നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്. നിങ്ങൾ രാത്രിയിൽ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം, മഗ്‌രിബിന് ശേഷമോ ഇശാഇന് ശേഷമാണ് കൂടുതൽ ഉത്തമം, ഇശാഇന് ശേഷം ചൊല്ലാം. അല്ലെങ്കിൽ 2 റക്അത്ത് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് അതിന് ശേഷവും ചൊല്ലാം. നിങ്ങൾ ചൊല്ലേണ്ട ഒന്നാമത്തെ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം. ഈ ദിക്ർ ചൊല്ലേണ്ട എണ്ണം വെറും 33 പ്രാവശ്യമാണ്. ഇത് ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. രണ്ടാമത്തെ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ഒരു ദിക്ർ 33 പ്രാവശ്യം ചൊല്ലുക. ഇതൊക്കെ നമ്മൾ നിസ്കാരത്തിൽ ഒരേ ഇരിപ്പിൽ ചൊല്ലണം. മൂന്നാമത് ചൊല്ലേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതും 33 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. നാലാമതായിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് നബിയുടെ ഹളറത്തിലേക്ക് വേണ്ടി 33 സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്ന് 33 പ്രാവശ്യം ചൊല്ലുക. ഇതൊക്കെ നിങ്ങൾ ഒരു നിസ്കാര പായലിരുന്നിട്ട് ആരോടും സംസാരിക്കാതെ വേണം ചൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് ചൊല്ലുക. ശേഷം അഞ്ചാമതായിട്ട് ചൊല്ലേണ്ടത് 33 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന് ചൊല്ലുക. ആറാമതായിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. ഈ ഒരു ദിക്റും 33 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങിക്കിടന്നാൽ രാവിലേക്ക് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയുകയും ചെയ്യും. ഒരു ദിവസം കൊണ്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളിത് ഇശാ നിസ്കാര ശേഷം തുടർച്ചയായിട്ട് ചെയ്യുക. മനസ്സിലുള്ള ആഗ്രഹം ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. കൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയും നമ്മൾ ചൊല്ലിയ ദിക്റുകൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയും തെറ്റുണ്ടെങ്കിൽ പുറത്തു തരാൻ വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ നമ്മൾ നല്ല മനുഷ്യരായിട്ട് 5 വക്ത് നിസ്കാരം ആക്കാതെ നിസ്കരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ഈബത്ത് പറയാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സും നമ്മൾ ശുദ്ധിയായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ദുആയും അള്ളാഹു സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരുടെയും ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.